സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ഒരു ശിഖരം പൊട്ടുന്ന ഒരു പന ഇവിടെ ധാരാളമുണ്ട് കേട്ടോ. ഒരു പന വന്നിട്ട് അത് ഈ ശിഖരം പൊട്ടി വരുന്ന പന. സാധാരണ പന ഒറ്റത്തടിയാണല്ലോ, ഇതങ്ങനെയല്ല, ശിഖരങ്ങൾ പൊട്ടുന്നത് കാണാം. നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് കേട്ടോ. പക്ഷേ സമയമൊന്നും ഒരുപാടായിട്ടില്ല, 5:30 മണി ആയതേ ഉള്ളൂ. അപ്പം വാട്ടർ സ്പോർട്സ് നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, ധാരാളം സ്പീഡ് ബോട്ടുകൾ കടലിലൂടെയാണ് ഇത് സ്പോർട്സ് ഐറ്റംസ് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ്. ഈ ബീച്ചിലൂടെ നടന്ന് അടുത്ത ബീച്ചിലെത്താമെന്നാണ് പറഞ്ഞത്, അതനുസരിച്ചാണ് പോകുന്നത്. ഇവിടെ മുൻപ് നമുക്ക് കടലിലേക്ക് ഇറങ്ങി പോകാനുള്ള പാലങ്ങളുണ്ടായിരുന്നു. വാട്ടർ ബെഡ് ഉണ്ടായിരുന്നു. അത് അഴിച്ചു വെച്ചിരിക്കുന്നതാണിത്. ഇനിയിപ്പോൾ സീസൺ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ സീസൺ ആകുമ്പോഴത്തേനും ഇത് മുഴുവൻ കണക്ട് ചെയ്ത് കടലിനുള്ളിലേക്ക് ആളുകൾക്ക് നടന്നു പോകാൻ പറ്റും. അപ്പോഴത്തെ അവിടെ വാട്ടർ ബെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. മറ്റൊന്നിനുമല്ല, അത് ഈ വള്ളങ്ങളിലും ഈ ഓരോ വാട്ടർ സ്പോർട്സിൻ്റെ ഐറ്റംസിലൊക്കെ കയറാൻ വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇതുണ്ട്, അവിടുന്നൊരു സ്പീഡ് ബോട്ട്, അവിടുന്നൊരു വാട്ടർ സ്കൂട്ടറാണ്, സ്പീഡ് ബോട്ടല്ല, വാട്ടർ സ്കൂട്ടർ. അവർ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ട്രയലല്ല, അതിൽ ആളുണ്ട് കേട്ടോ. ഇത്രയും ദൂരെ നിന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ട്രയൽ അടിക്കുന്നതാണ്. അല്ല, അതിൽ 2 പേരുണ്ട്. അപ്പോൾ വാട്ടർ സ്കൂട്ടർ പാഞ്ഞു വരുന്നൊരു സീൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോഴത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോഴത്തെ ഇവിടെ ബലൂൺ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എയർ കയറ്റിയുള്ള ആ ഒരു ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സൂര്യാസ്തമയം കണ്ട് ഞാനിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർ സ്കൂട്ടർ നമ്മുടെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഇവിടെ കായലിലൂടെ, ലേക്കിലൂടെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന വാട്ടർ സ്കൂട്ടർ. ഇത് മഹാഡിയാണ്. 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വാട്ടർ സ്കൂട്ടറാണ്. അതോടൊപ്പം തന്നെ മറ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഒക്കെ കണ്ടിങ്ങനെ നമ്മൾ നടക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആക്ടിവിറ്റീസിൻ്റെ ഫെസിലിറ്റി കൂടി വരികയാണ്. അതുപോലെ തന്നെ കയാക്ക് എടുത്തുകൊണ്ട് വരുന്ന ആളുകളെ കാണാം. ഇവിടെ തിര വലിയ, നമ്മുടെ കായലിലൊക്കെ തിരയേ ഉള്ളൂ. അതുകൊണ്ട് കായലിൽ നന്നായിട്ടൊരു കാറ്റടിച്ചാൽ എത്ര തിര വരുമോ അത്രയും തിരയൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ കയാക്കൊക്കെ കടലിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഇവിടുത്തെ ഒരു കാര്യം.